ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടി അരിയൊന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് 4 ഏലക്ക ചേർത്ത് കൊടുക്കുക, 2 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയിട്ട് വേവിച്ചെടുക്കാം. അരി വേവിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു പകുതിയിൽ കുറച്ച് കൂടുതൽ, 60% മാത്രം ഈ ഒരു അരി വേവിച്ചെടുത്താൽ മതി. കൂടുതൽ വേവിച്ചെടുക്കരുത്, അപ്പോൾ നമ്മുടെ ബിരിയാണി നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പകുതിയിൽ കുറച്ചുകൂടി വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഒരു ചോറിന് നമുക്ക് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചോറ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് സവാള നമുക്ക് ഈ ഒരു നെയ്യിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ സവാള കളർ മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് കൂടി നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും സവാളയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന സവാള ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, തക്കാളി, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ഇവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബിരിയാണി മസാലയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. ഈ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു തൈര് കൂടി ചേർത്ത് തീയൊന്ന് കുറച്ച് വെച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചോറ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ചോറിന്റെ പകുതിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പകുതി ചോറ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കുങ്കുമപ്പൂവിന് പകരം പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് റോസ് വാട്ടർ ആണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അടുത്തതായി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി വന്ന ചോറ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമുക്ക് പാലും നെയ്യും റോസ് വാട്ടറും അതേപോലെ ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കാം.
ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 15 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇതിനെ ദം ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കുറച്ചുകൂടി സമയം വെക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം.